ഓപ്പൺ സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ഈ ഡയറ്റീഷ്യൻ എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പൺ സ്കൂളിൻ്റെ ക്ലാസ്സസ് തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ തുടക്കത്തിൽ തന്നെ. ഇന്നത്തെ നമ്മുടെ വിഷയം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ബയോകെമിസ്ട്രിയുടെ യൂണിറ്റ് 1ൻ്റെ ഭാഗമായ കാർബോഹൈഡ്രേറ്റ്സ്. അപ്പം ഇതിനകത്ത് എന്താ പറയേണ്ടത്, കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ബയോകെമിസ്ട്രിയിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ നോക്കുകയാണെങ്കിൽ. ആൻഡ് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ശരിക്കും നമ്മുടെ എനർജി മെറ്റബോളിസത്തിന്റെ ഒരു കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ മൂലക്കല്ല് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഒരു സ്ലൈസ് ഓഫ് ബ്രെഡ് നമ്മൾ കഴിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഫ്രൂട്ട് നമ്മൾ കഴിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു സെർവിങ് റൈസ് നമ്മൾ കഴിക്കുന്ന സമയത്തോ ഒക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ശരിക്കും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സെൽസിന്, നമ്മുടെ കോശങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ എനർജി തന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയധികം ഫിസിയോളജിക്കൽ പ്രോസസ്സസിനെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇന്നത്തെ ലെസണിൽ നമുക്ക് ശരിക്കും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ തന്നെ നടത്താം കാർബോഹൈഡ്രേറ്റ്സിനെ ബേസ് ചെയ്ത്. ആൻഡ് സിലബസ് പ്രകാരം കാർബോഹൈഡ്രേറ്റ്സിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കാനുള്ള സബ് ടോപ്പിക്സ് ആണ് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പം ആദ്യം നമുക്ക് ആ ഒരു ഡെഫിനിഷനിൽ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് നടക്കാം. ആൻഡ് ആ ക്ലാസിഫിക്കേഷനിലൂടെ നമുക്ക് എന്താ പറയേണ്ടത്, അതിൻ്റെ പല തരം ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ കാറ്റഗറീസ് ലൈക്ക് മോണോസാക്കറൈഡ്സ്, ഡൈസാക്കറൈഡ്സ്, ഒലിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ്, ഇതൊക്കെ എന്തൊക്കെയാണ് എന്ന്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. അതിനുശേഷം വി വിൽ ഓൾസോ ഡിസ്കവർ ഈ കോമ്പൗണ്ട്സ്, അതായത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ആ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ദി റേഞ്ച് ഫ്രം ആക്ച്വലി സിമ്പിൾ ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് എന്ന് പറയാം. ആൻഡ് അത് ഒരു കോംപ്ലക്സിറ്റിയിലേക്ക് കടന്നു പോകുന്നു. കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലുലോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, ഡൈജസ്റ്റബിലിറ്റി, ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സിലബസ് പ്രകാരം. ഓക്കെ, ആൻഡ് നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് പ്രോപ്പർട്ടീസ് ഇൻ ജനറൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വി വിൽ ലുക്ക് അറ്റ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ആൻഡ് ദെൻ എന്താ പറയേണ്ടത്, വി വിൽ അഗെയിൻ മൂവ് ഓൺ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനുശേഷം ഇപ്പം മെറ്റബോളിസത്തിലേക്ക് നമ്മൾ നോക്കുമ്പം ഡൈജഷൻ കവർ ചെയ്യേണ്ടതുണ്ട്, അബ്സോർപ്ഷൻ കവർ ചെയ്യേണ്ടതുണ്ട്, ആൻഡ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മെറ്റബോളിക് പാത്വേസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പാത്വേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലൈക്കോളിസിസ്, ഗ്ലൂക്കോജെനസിസ് അല്ലേ, ആൻഡ് സിട്രിക് ആസിഡ് സൈക്കിൾ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാം. ആൻഡ് വി വിൽ ഓൾസോ എക്സ്പ്ലോർ ദ ബോഡീസ് അഡാപ്റ്റീവ് മെക്കാനിസംസ്. അപ്പോൾ ബോഡിയുടെ അഡാപ്റ്റീവ് മെക്കാനിസംസ് ഫോർ സ്റ്റോറിങ്, ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നതിന്, ഗ്ലൂക്കോസ് മൊബിലൈസ് ചെയ്യുന്നതിന്, അതൊക്കെയല്ലേ ഗ്ലൈക്കോജെനസിസും ഗ്ലൈക്കോജെനോളിസിസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ദോസ് ആർ ദ ടോപ്പിക്സ് ദാറ്റ് വി വുഡ് അഗെയിൻ കവർ. ആൻഡ് ഫൈനലി ആ ഒരു എന്താ പറയേണ്ടത്, കാർബോഹൈഡ്രേറ്റ്സിന്റെ ബയോളജിക്കൽ റോൾ നമ്മൾ അഡ്രസ് ചെയ്യും. അവിടെയാണ് ആ ഒരു ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ് അതിൻ്റെത്, ആ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് മൂലം വരുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ് അല്ലേ. നമുക്കറിയാം കീറ്റോസിസ്, ഹൈപ്പോഗ്ലൈസീമിയ, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി മുഖാന്തരം വരുന്നതാണ് അല്ലേ. ആൻഡ് എന്നിട്ട് നമുക്ക് സിലബസ് പ്രകാരം വി ഓൾസോ ഹാവ് ടു ടച്ച് അപ്പോൺ ദി ഇൻബോൺ എറേഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ഇപ്പോൾ ഒരു പക്ഷേ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻബോൺ എറർ തന്നെയാണ് അല്ലേ. ആൻഡ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസസും ഇവിടെ വരുന്നുണ്ട്, റൈറ്റ്. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദ ലെസൺ നമുക്ക് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും അബൌട്ട് കാർബോഹൈഡ്രേറ്റ്സ്. ആൻഡ് എക്സാക്ട്ലി ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് മാത്രമായിരിക്കും നമ്മൾ ടച്ച് അപ്പോൺ ചെയ്ത് പോകുന്നത്. സോ ദാറ്റ് ബൈ എൻഡ് ഓഫ് ദ ലെസൺ യു വിൽ ഓൾസോ ബി thoroughly prepared for your PSC എക്സാം. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക, റൈറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. കാർബോഹൈഡ്രേറ്റ്സ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് അല്ലേ.
നമുക്ക് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ ദീസ് ഓർഗാനിക് കമ്പൗണ്ട്സ് അവർ എന്താ പറയണ്ടത്, ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ആൻഡ് അതിൻ്റെ ഒരു ജനറിക് ഫോർമുല നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ CnH2ON എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെ CxH2OY എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഈ N അല്ലെങ്കിൽ X നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. ആൻഡ് Y ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് വിത്ത് ദ കാർബൺ ആറ്റംസ്, അല്ലെ? കാർബൺ ആറ്റംസോട് കൂടിയുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ കണക്കാണ് ആ ഒരു N ശരിക്കും ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി സിമ്പിൾ ടേംസിൽ പറയാനാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് അതിനെ വേണമെങ്കിൽ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ടിപ്പിക്കലി അതിനകത്ത് ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. വെള്ളത്തിൽ വാട്ടറിൽ വരുന്ന ആ ഒരു സെയിം റേഷ്യോയിൽ തന്നെയാണ് ഇതിനകത്തും വരിക. മോണോസാക്കറൈഡ്സിന്റെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, അതിന്റെ ഫോർമുല നോക്കിയാൽ ഇറ്റ് ഇസ് ലൈക്ക് C6H12O6, അല്ലെ? മോണോസാക്കറൈഡ്സിന്റെ അതുപോലെ ഡൈസാക്കറൈഡ്സ് ലൈക്ക് സുക്രോസ്, അതിന്റെ ഫോർമുല നോക്കുകയാണെന്നുണ്ടെങ്കിൽ C12H22O11. അപ്പോൾ അതെന്താണ് ഡൈസാക്കറൈഡ്സിൽ അവിടെ അങ്ങനെ വരുന്നത്? ബിക്കോസ് എന്താ പറയണ്ടേ, ആ ഒരു വാട്ടർ മോളിക്യൂൾസ് ഹാവ് ബീൻ ലോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ, അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് സമയത്ത് ആ വാട്ടർ മോളിക്യൂൾസ് അവിടെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ C12H22O11 എന്ന ആ ഒരു ഫോർമുലയിലേക്ക് വന്ന് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി ആ ഒരു കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫോർമുല നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ CnH2OY അല്ലെങ്കിൽ അതിനെ CxH2OY എന്നും അതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ N അല്ലെങ്കിൽ X ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് കാർബൺസ് അസോസിയേറ്റഡ് വിത്ത് വാട്ടർ മോളിക്യൂൾസ് എന്നുള്ളതാണ് ശരിക്കും അതിനകത്ത് വരിക. അതെ, ഇനി നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നടക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആദ്യം നമ്മൾ നോക്കുന്നത് ഇസ് ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ. അപ്പോൾ DP, ഓക്കെ, അപ്പോൾ DP ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് പോളിമറൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത് ഇറ്റ് ആക്ച്വലി റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ദാറ്റ് മേക്കപ്പ് ദ കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചർ. ആ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ സ്ട്രക്ചറിനെ നിർണ്ണയിക്കുന്ന നമ്പർ ഓഫ് മോണോസാക്കറൈഡ്സിനെ ബേസ് ചെയ്താണ് ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് എന്തുകൊണ്ട് ഇത് പ്രാധാന്യമായി വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് അതിൻ്റെ പല തരത്തിലുള്ള ഫങ്ഷണൽ റോൾസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കാർബോഹൈഡ്രേറ്റ്സ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട് അതിന് ബയോളജിക്കൽ സിസ്റ്റംസിൽ, അല്ലേ? അപ്പോൾ ബയോളജിക്കൽ സിസ്റ്റംസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മുതൽ എന്താ പറയേണ്ടത് പലതരം സ്ട്രക്ചറൽ കമ്പോണൻസിനെ നിലനിർത്തുക, ആ എനർജിയുടെ സ്റ്റോറേജ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന സംഗതികളാണ്. അതാണ് നമ്മുടെ ആ ഒരു എന്താ പറയേണ്ടത് ബയോളജിക്കൽ സിസ്റ്റംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ് ഇൻ എ ലിറ്റിൽ മോർ ഡീറ്റെയിൽ. അപ്പം ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഇതാണ്, മോണോസാക്കറൈഡ്സ് അല്ലെങ്കിൽ DP1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ 1 ആണ് ശരിക്കും ഇവിടെ വരിക. സോ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കിയാൽ മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു രൂപമാണിത്. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇതിനകത്ത് ഒരു ഷുഗർ മോളിക്യൂൾ മാത്രമാണുള്ളത്. ദർ ഇസ് ഓൺലി എ സിംഗിൾ ഷുഗർ മോളിക്യൂൾ എന്നുള്ളത്. ഇതിനെ നമുക്ക് ഇങ്ങനെയും കൂടെ വിശേഷിപ്പിക്കാം, അതായത് വി ക്യാൻ സേ ഇത് ആ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഓഫ് മോർ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ്. ആൻഡ് പലപ്പോഴും ഇതിനെ സിമ്പിൾ ഷുഗർ എന്ന് തന്നെയാണ് ശരിക്കും ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് സിമ്പിൾ ഷുഗേഴ്സ് എന്നുള്ള. അപ്പൊ സിമ്പിൾ ഷുഗറിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി മോണോസാക്കറൈഡ് എന്ന് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് മറ്റൊരു സവിശേഷത മനസ്സിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മോണോസാക്കറൈഡ്സ് ആണ് എന്താ പറയേണ്ടത് കോംപ്ലെക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നുള്ള ഒരു സംഗതി. ആൻഡ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ മോളിക്യൂൾസ് ആണ്.
ആൻഡ് യൂഷ്വലി ഇത് വെള്ളത്തിൽ വാട്ടറിൽ മിക്സ് ആകും, വാട്ടർ സോല്യൂബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി എന്ന് പറഞ്ഞാൽ സംടൈംസ് ദേ കുഡ് ബി എ പ്രോബ്ലം എന്നുള്ളതും ഉണ്ട്. അപ്പോൾ ഇത് ഈസിലി വാട്ടർ സോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈസിലി ട്രാൻസ്പോർട്ടഡ്, ബ്ലഡ് സ്ട്രീമിലൂടെ അത് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിലോ ഒരു സ്വീറ്റ് ടേസ്റ്റ് ആണ്. ആൻഡ് ഇത് ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യാണ്, ഡൈജസ്റ്റീവ് ട്രാക്ട് അതിനെ ഡയറക്ട്ലി അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ക്വിക്ക് എനർജി ലഭിക്കുന്നത് ഫ്രം മോണോസാക്കറൈഡ്സ്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയേ. ഒന്ന് ഇസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് നമുക്കറിയാം ഒരു പ്രൈമറി എനർജി സോഴ്സ് തന്നെയാണ് അല്ലേ. അത് ഫ്രൂട്ട്സിലുണ്ട്, ഹണിയിലുണ്ട്, ബ്ലഡിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്, ഈ ഗ്ലൂക്കോസിന്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സെല്ലുലാർ റെസ്പിറേഷന് വളരെ അധികം ക്രൂഷ്യലാണ് അല്ലേ. ആൻഡ് ദെൻ യു തിങ്ക് ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് ഇറ്റ് ഇസ് നോൺ ആസ് ഫ്രൂട്ട് ഷുഗർ, ഫ്രൂട്ട് ഷുഗർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫ്രക്ടോസ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സ്വീറ്റസ്റ്റ് നാച്ചുറൽ ഷുഗർ. സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഷുഗർ ആണ് ഈ ഫ്രക്ടോസ്. ആൻഡ് കോമൺലി ഇതും ഫ്രൂട്ട്സിലുണ്ട്, ഹണിയിലുണ്ട്, റൂട്ട് വെജിറ്റബിൾസ് ഉണ്ട്. റൂട്ട്സിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് ഇല്ലേ, അതിനകത്ത് ഫ്രക്ടോസ് ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ഗാലക്ടോസ് ആസ് അനദർ എക്സാമ്പിൾ ഹിയർ. ഇപ്പം ഗാലക്ടോസ് പ്രധാനമായിട്ടും അത് മിൽക്കിലും ഡയറി പ്രോഡക്ട്സിലും നമുക്ക് ലഭ്യമാകും. ഗാലക്ടോസ് ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, ഇറ്റ് കമ്പൈൻസ് വിത്ത് ഗ്ലൂക്കോസ് ടു ഫോം ലാക്ടോസ്. ഇപ്പം ഗാലക്ടോസ് ഗ്ലൂക്കോസുമായിട്ട് കമ്പൈൻ ചെയ്ത് ലാക്ടോസ് ഉണ്ടാകുന്നു. അതാണ് മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ഷുഗർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ്സ് അബൌട്ട് മോണോസാക്കറൈഡ്സ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ഡൈസാക്കറൈഡ്സ്. അപ്പോൾ ഡൈസാക്കറൈഡ്സ് അല്ലെങ്കിൽ DP2 എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. വൈ ഡൈസാക്കറോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ കാർബോഹൈഡ്രേറ്റ്സ് കമ്പോസ്ഡ് ഓഫ് 2 monosaccharide units. അപ്പം 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ദീസ് ആർ ലിങ്ക്ഡ് ബൈ എ ബോണ്ട് കോൾഡ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഈ 2 മോണോസാക്കറൈഡ്സിനും ലിങ്ക് ചെയ്യുന്ന ആ ഒരു ബോണ്ടിനെ വിശേഷിപ്പിക്കുന്നതാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നുള്ള ആ ഒരു പേര്. സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് നമ്മൾ പരീക്ഷയുടെ പോയിന്റ് നിന്ന് നോക്കുമ്പോഴത്തേക്ക്. ആൻഡ് ഈ ഡൈസാക്കറൈഡ്സിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സ്ലൈറ്റ്ലി മോർ കോംപ്ലെക്സ്, മോണോസാക്കറൈഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്ലൈറ്റ്ലി മോർ കോംപ്ലെക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സ്റ്റിൽ ഇതിന്റെ ക്ലാസിഫിക്കേഷനും സിമ്പിൾ ഷുഗേഴ്സ് എന്ന് തന്നെയാണ് ഇതിന്റെയും ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പം മോണോസാക്കറൈഡ്സ് പോലെ ഡൈസാക്കറൈഡ്സിനെയും സിമ്പിൾ ഷുഗേഴ്സ് എന്ന് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിലോ, ഡൈസാക്കറൈഡ്സ് ആക്ച്വലി അത് എന്താ പറയേണ്ടത്, അതിൻ്റെ മോണോസാക്കറൈഡ് കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഡൈസാക്കറൈഡ്സ് മസ്റ്റ് ബി ബ്രോക്കൺ എന്നുള്ളതാണ് അതിൻ്റെ മോണോസാക്കറൈഡ് കമ്പോണൻസ് ആയിട്ട്. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ് ആണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. എങ്കിൽ മാത്രമേ, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൗൺ ആക്ച്വലി ഇറ്റ് ഹാപ്പൻസ് ത്രൂ എന്താ പറയേണ്ടത്, എൻസൈംസിൻ്റെ ആക്ഷൻ മുഖാന്തരമാണ് ഇത് ശരിക്കും നടക്കുന്നത്. ആൻഡ് വാട്ട് ആർ ദി എൻസൈംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സുക്രേസ്, ലാക്ടേസ് ആൻഡ് മാൾട്ടേസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് സുക്രോസ്. ഇപ്പം സുക്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി അടങ്ങുന്നു. ഇപ്പോൾ കോമൺലി ടേബിൾ ഷുഗർ എന്ന് നമ്മൾ പറയുന്നതാണ് ഈ സുക്രോസ് എന്നുള്ളത്. അപ്പോൾ സുക്രോസ് പ്രധാനമായിട്ടും ഷുഗർ കെയിൻ, കരിമ്പിൽ നിന്ന് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഷുഗർ ബീറ്റിൽ നിന്നും അത് ലഭിക്കുന്നു. ആൻഡ് വളരെ വൈഡായിട്ട് നമ്മൾ അതൊരു ഫുഡ് സ്വീറ്റ്നറായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും അല്ലേ. ഇനി ലാക്ടോസിന്റെ കമ്പോണൻസ് നോക്കിയാലോ, ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആണ് അതിനകത്ത് വരുന്നത്. ഇതിനെ മിൽക്ക് ഷുഗർ എന്നറിയപ്പെടും അല്ലേ. അപ്പം ലാക്ടോസ് ശരിക്കും മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ഇതിന് എന്താ പറയേണ്ടത്, എൻസൈംസ് വേണം. ഐ മീൻ അതിന് പ്രധാനമായിട്ട് വേണ്ട എൻസൈം എന്ന് പറയുന്നത് ലാക്ടേസ് ആണ്. ഇതിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് വി നീഡ് ലാക്ടേസ്. ഓക്കെ,
ആൻഡ് ഈ ഒരു എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാകുന്നത് ശരീരത്തിൽ. അതായത് നമ്മൾ ചിലപ്പം കുട്ടികൾക്ക് പാൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് ദഹിക്കാതെ അത് തികട്ടി പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ലേ, അത് ലാക്ടോസ് ഇൻടോളറൻസ് കൊണ്ട് എന്ന് ഡോക്ടേഴ്സ് പറയാറുള്ളത് കൊണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാകുന്നത് ലാക്ടേസ് എന്ന എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി ബോഡിയിൽ ഉണ്ടാകുമ്പോഴാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ ഇതിൻ്റെത് ഡൈസാക്രൈഡിൻ്റെത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മാൾട്ടോസ്. ഇപ്പൊ മാൾട്ടോസ് എന്ന് പറയുന്നതിനകത്തുള്ള രണ്ട് സാക്രൈഡ്സ് ഇറ്റ് ഇസ് ലൈക്ക് ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കോസ്. സോ വാട്ട് ഇസ് ദിസ്? അപ്പോൾ ദിസ് ഇസ് നോൺ ആസ് മോൾട്ട് അല്ലെങ്കിൽ മാൾട്ട് ഷുഗർ എന്ന് പറയാം. അപ്പം മാൾട്ടോസ് ഇസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ജെർമിനേറ്റിംഗ് ഗ്രെയിൻസ്. ജെർമിനേറ്റ് ചെയ്യുന്ന ഗ്രെയിൻസിൽ ഈ മാൾട്ടോസ് ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റാർച്ചിൻ്റെ ബ്രേക്ക് ഡൗണിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ മാൾട്ടോസ് എന്ന് ശരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ബ്രൂവറിയിലെ ബ്രൂവിങ് പ്രോസസ്സ് ശരിക്കും എന്താ പറയേണ്ടത്, അതിനകത്തൊക്കെ ഈ ഒരു മാൾട്ടോസിന് നല്ല ഒരു പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വി ഹാവ് ദി ഒലിഗോസാക്രൈഡ്സ് അല്ലെങ്കിൽ DP329 എന്നുള്ളതാണ്. അപ്പോൾ ഒലിഗോസാക്രൈഡ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ചെയിൻസ് ആണ് ആൻഡ് ചെയിൻസ് ഓഫ് 3 to 9 മോണോസാക്രൈഡ് യൂണിറ്റ്സ്. അപ്പോൾ മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, രണ്ട് മോണോസാക്രൈഡ് വരുന്നു. അപ്പം ഒലിഗോസാക്രൈഡ്സ് DP329 എന്നാണ് അതിനെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. സോ ഷോർട്ട് ചെയിൻസ് ഓഫ് 3 to 9 മോണോസാക്രൈഡ് യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് അന്നേരം തന്നെ ഇതിന്ന് മനസ്സിലാക്കാം ഇറ്റ് ഈസ് മച്ച് മോർ കോംപ്ലെക്സ് അല്ലേ. മോണോസാക്രൈഡ്സിനേക്കാളും ഡൈസാക്രൈഡ്സിനേക്കാളും വളരെ കൂടുതൽ കോംപ്ലെക്സ് ആണ്. പക്ഷേ അപ്പോഴും റിലേറ്റീവ്ലി സ്മോൾ മോളിക്യൂൾസ് തന്നെയാണ് വെൻ വി കമ്പയർ ദം ടു പോളിസാക്രൈഡ്സ്. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ദീസ് ആർ പാർഷ്യലി ഡൈജസ്റ്റബിൾ ഇൻ ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ആൻഡ് പലപ്പോഴും ഇത് ലാർജ് ഇൻഡസ്റ്റൈനിൽ എത്താറുണ്ട്. ഈ ലാർജ് ഇൻഡസ്റ്റൈനിൽ ദേ ആർ ഫെർമെന്റഡ് ബൈ ദ ഗട്ട് ബാക്ടീരിയ ഗട്ടിലുള്ള ബാക്ടീരിയ. ഓക്കെ, ഈ ഒരു ഫെർമെന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നതിന് അതിന് പ്രീബയോട്ടിക് എഫക്ട്സ് ഉണ്ട്. പ്രീബയോട്ടിക് എഫക്റ്റ് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ബെനഫിഷ്യൽ ബാക്ടീരിയ ഇൻ ദ ഗട്ട്. ബാക്ടീരിയയിൽ ഗട്ടിൽ നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇവിടെ എൻഹാൻസ് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ പ്രീബയോട്ടിക് എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലോ റാഫിനോസ്. ഇപ്പൊ റാഫിനോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് 3 വരുന്നു: ഗാലക്ടോസ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അതാണ് റാഫിനോസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ലെഗ്യൂംസ്, ബീൻസിലുണ്ട്, ക്യാബേജിലുണ്ട്, ഹോൾ ഗ്രെയിൻസിലുണ്ട്. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റബിൾ ഇൻ ദ ഹ്യൂമൻ ഗട്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഗട്ടിൽ ഡൈജസ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് എഗെയിൻ അത് ആ ഒരു പ്രീബയോട്ടിക്കിന്റെ റോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. Then we have the stachys. Okay, ഇതും ഒരു ഒലിഗോസാക്രൈഡ് ആണ്. ദാറ്റ് ഇസ് ഓൾസോ ഫൗണ്ട് ഇൻ ലെഗ്യൂംസ്. അപ്പോൾ ഈ സ്റ്റാക്യോസിനും പ്രീബയോട്ടിക് ബെനിഫിറ്റ്സ് ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദി ഫ്രക്ടോ ഒലിഗോസാക്രൈഡ്സ് അല്ലെങ്കിൽ FOS. അപ്പോൾ FOS യൂഷ്വലി ബനാനാസ്, ഓക്കെ, ഗാർലിക്കിലുണ്ട്, ഓണിയൻസ്, സവാളയിലുണ്ട്. ഇപ്പം FOS എന്ന് പറയുന്നത് അത് ഒരു ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും ആ ഒരു ഗട്ട് ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്ററി സപ്ലിമെന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി വി വിൽ ലുക്ക് അറ്റ് പോളിസാക്രൈഡ്സ്. അപ്പോൾ പോളിസാക്രൈഡ്സ് DP ലാർജർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 9. അപ്പോൾ ഇത് 3 to 9 വരെയാണ്. ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് മോർ ദാൻ 9. ഓക്കെ, അപ്പോൾ പോളിസാക്രൈഡ്സ് ആർ ലോങ് ചെയിൻസ്. മോണോസാക്രൈഡ് യൂണിറ്റ്സിന്റെ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ളത്, കാരണം മിനിമം അതിനകത്ത് 9 ഉണ്ടാകും. അതാണ് ഗ്രേറ്റർ ദാൻ 9 എന്ന് പറയുന്നത്. അപ്പം 9ൽ കൂടുതൽ മോണോസാക്രൈഡ് യൂണിറ്റ്സ് അതിനകത്ത് ഉണ്ടാകും. അത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറി.
അപ്പോൾ 9ൽ കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് 100 കണക്കിനോ 1000കണക്കിനോ മോണോസാക്കറൈഡ്സ് ആർ ലിങ്ക്ഡ് ടുഗെദർ. അതാണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈതർ ഡൈജസ്റ്റബിൾ അല്ലെങ്കിൽ നോൺ ഡൈജസ്റ്റബിൾ ആണ്. അത് അതിന്റെ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇതിന്റെ ഒരു പ്രധാന റോൾ എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ ഒരു എനർജി സ്റ്റോറേജ് ആണിത്. ആൻഡ് ആനിമൽസിൽ ദേ പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്. സോറി, പ്ലാന്റ്സിലും ആനിമൽസിലും എനർജി സ്റ്റോറേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അതിന്റെ റോളായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയേണ്ടത്, ആ പ്ലാന്റ് സെൽ വാൾസിന്റെ സ്ട്രക്ചറൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായകരമാകും. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലോ അതിനകത്ത്. ഇപ്പോൾ പോളിസാക്കറൈഡ്സ് ജനറലി ഡു നോട്ട് ടേസ്റ്റ് സ്വീറ്റ്. പക്ഷേ അതിൻ്റെ വാട്ടർ സോളുബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി വേരീഡ് യുനോ അമംഗ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമ്മൾ നോക്കിയാലും. ഇതിൻ്റെ എക്സാമ്പിൾസിൽ ആദ്യത്തെ ഒന്ന് നമുക്ക് സ്റ്റാർച്ച് നോക്കാം. ഇപ്പൊ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ് പ്ലാന്റ്സിൽ. അപ്പം സ്റ്റാർച്ചിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് അമിലോസ് ആൻഡ് അമിലോപെക്റ്റിൻ. അതാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന അതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ സോഴ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോസ്, ഉരുളക്കിഴങ്ങ്, റൈസ്, വീറ്റ്. സ്റ്റാർച്ച് ജനറലി ഹ്യൂമൻ ബീയിങ്സിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആണ് സ്റ്റാർച്ചിന്റെ എനർജി എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ ഇസ് ഗ്ലൈക്കോജൻ. ഇപ്പൊ ഗ്ലൈക്കോജൻ ശരിക്കും ഇറ്റ് ഇസ് നോൺ ആസ് ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയാം. അപ്പോൾ ഈ ഗ്ലൈക്കോജൻ ഇസ് ദ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ഇൻ ആനിമൽസ്. അപ്പം ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസിന്റെ സ്റ്റോറേജ് ഫോം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു രൂപത്തിനെയാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രധാനമായിട്ട് ഇത് ലിവറിലും മസിൽസിലുമാണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇൻ ആനിമൽസ്. ആൻഡ് എന്താ പറയേണ്ടത്, തിങ്ക് അബൌട്ട് ആ ഒരു ഫാസ്റ്റിംഗ് സമയത്ത് അല്ലെങ്കിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത്, ആ സമയത്ത് എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്ലൈക്കോജന്റെ റോൾ. ഓക്കെ, ഇനി സെല്ലുലോസ് ഇസ് അനദർ എക്സാമ്പിൾ. സെല്ലുലോസ്, ഇപ്പൊ സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ആണ്. Okay, and this is found in the cell walls of plants. Plants in the cell walls നമുക്ക് സെല്ലുലോസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരു സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ആയതുകൊണ്ടാണ്. ആൻഡ് സെല്ലുലോസ് ആക്ച്വലി ഗിവ്സ് ആ ഒരു റിജിഡിറ്റിയും സ്ട്രെങ്ത്തും, അത് സ്റ്റേൺ ആയിട്ട് സ്റ്റഡി ആയിട്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഹ്യൂമൻ ബീയിങ്സിന് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ബിക്കോസ് വി ഡു നോട്ട് ഹാവ് ദി എൻസൈം കോൾഡ് സെല്ലുലേസ്. ഓക്കെ, അപ്പോൾ ഡയറ്ററി ഫൈബറിന്റെ ഒരു പ്രധാന ഭാഗമായിട്ട് മാറുകയാണ് ഈ സെല്ലുലോസ്. എന്തുകൊണ്ടാണ്? സെല്ലുലേസ് ഇല്ല ആ ഒരു എൻസൈം ഇത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് ഡയറ്ററി ഫൈബറിന്റെ ഒരു കീ കമ്പോണന്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, കാർബോഹൈഡ്രേറ്റ്സിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്തത് അതിന്റെ ആ ഒരു ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ DP ബേസ് ചെയ്തുകൊണ്ടാണ്. So we have seen DP1, we have seen DP2, DP3 to 9 and DP greater than 9 എന്നുള്ളത്. സോ ഇവിടെ നിന്ന് നമ്മൾ എന്താണ് ശരിക്കും എന്താ പറയേണ്ടത്, ഇത് ഒരു 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 ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. എന്താ ആ ഒരു കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റോൾസ് നമുക്ക് ന്യൂട്രീഷനിലും ഫിസിയോളജിയിലും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. മോണോസാക്കറൈഡ്സും ഡൈസാക്കറൈഡ്സും പലപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വിക്ക് എനർജി തരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീബയോട്ടിക്സ് ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്നുള്ളത്. ആൻഡ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നതാണ് ആ ഒരു ലോങ് ടേം എനർജി സ്റ്റോറേജ്. അതേപോലെ ആ ഒരു സ്ട്രക്ചറിന്റെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കേണ്ടത് ഇസ് ബേസ്ഡ് ഓൺ ഡൈജസ്റ്റീവ് ഫാറ്റ്. Okay, so let's look at how this classification works. So, as you can see on the screen, digestibility base ചെയ്ത്
കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ ഫോക്കസ് വരുന്നത് ഇസ് ബേസ്ഡ് ഓൺ ഹൗ ദീസ് കാർബോഹൈഡ്രേറ്റ്സ് ഇന്ററാക്ട് വിത്ത് ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഹ്യൂമൻ ഡൈജഷനെ ബേസ് ചെയ്തുള്ളതാണ് നമ്മൾ ഈ നോക്കുന്നത്. അപ്പം ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ്സ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ വരുന്നത്. സ്പെസിഫിക്കലി interaction എന്ന് പറയുമ്പോഴത്തേക്ക് വെദർ ദേ ആർ ബ്രോക്കൺ ഡൗൺ ആൻഡ് അബ്സോർബ്ഡ് ഫോർ എനർജി, അത് ഒരു ക്രൈറ്റീരിയ. വെദർ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയോ എനർജിക്ക് വേണ്ടിയിട്ട്, ഇനി അല്ലെങ്കിൽ വെദർ ദേ ക്യാൻ പാസ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ കടന്നു പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റ് അനേകം ഹെൽത്ത് ബെനഫിറ്റ്സ് അവിടെ അത് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് again for us to understand the nutritional and the functional roles of different carbohydrates in the diet. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്നും അൺഅവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്നും, അൺഅവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത്. And available carbohydrates are the ones that can be broken down and absorbed for energy എന്നുള്ളത്. So let us look at both these classifications differently. So available carbohydrates എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. So available carbohydrates കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് ഹ്യൂമൻ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എൻസൈംസ് ഉപയോഗിച്ച് ഇതിനെ അതിൻ്റെ സിംപ്ലർ ആയിട്ടുള്ള ഫോമിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് സബ്സിക്വൻ്റ്ലി അത് ആ ഒരു ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആസ് എൻ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി, അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യുന്നു ഫോർ ലേറ്റർ യൂസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ വി അണ്ടർസ്റ്റാൻഡ് ടിപ്പിക്കലി ബ്രോക്കൺ ഡൗൺ ഇൻ ദ മൗത്ത്, അവിടെ നിന്ന് തുടങ്ങുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പൊ ഇറ്റ് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻ ദ മൗത്ത് ആൻഡ് ദെൻ അത് സ്റ്റമക്കിലേക്ക് പോകുന്നു, ദെൻ അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. ഇതെല്ലാം ആ ഒരു എൻസൈമാറ്റിക് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമായി വരുന്ന എൻസൈംസ് എന്ന് പറയുന്നത് അമലേസ്, സുക്രോസ്, ലാക്ടേസ് ആൻഡ് മാൾട്ടേസ്, ഇത്രയും എൻസൈംസ് ഇവിടെയുണ്ട്. ഈ എൻസൈംസ് ശരിക്കും ഈ കാർബോഹൈഡ്രേറ്റ്സിൽ പ്രവർത്തിച്ച് ആക്ട് ചെയ്താണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഇൻ ടു മോണോസാക്രൈഡ്സ് ലൈക്ക് ഗ്ലൂക്കോസ്. അതല്ലേ റെഡിലി ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് അഗെയിൻ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൺ ഇസ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ശരിക്കും ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഫുഡ്സ് ലൈക്ക് പൊട്ടറ്റോ, റൈസ്, വീറ്റ്. സ്റ്റാർച്ചിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇറ്റ് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ്, അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയാണ്. ആൻഡ് ദെൻ ഇറ്റ് ഇസ് അബ്സോർബ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ എനർജി, അല്ലെങ്കിൽ ഇറ്റ് ഇസ് സ്റ്റോർഡ് ആസ് ഗ്ലൈക്കോജൻ, അത് ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്യപ്പെടുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. ആൻഡ് ദെൻ വി യു ലുക്ക് അറ്റ് ദി ഷുഗേഴ്സ്. ഷുഗേഴ്സ് ഇസ് അനദർ എക്സാമ്പിൾ ഹിയർ. അപ്പോൾ അതിനകത്ത് മോണോസാക്രൈഡും വരുന്നു, ഡൈസാക്രൈഡ്സും വരുന്നു. അതിനെ രണ്ടിനെയും സിമ്പിൾ ഷുഗേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവരുന്നു, ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, ലാക്ടോസ് എന്നൊക്കെ. ആൻഡ് അതിന്റെ ഡൈജഷൻ ഇമ്മീഡിയറ്റ് ആണ്, റെഡിലി ഡൈജസ്റ്റഡ് ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ അബ്സോർബ്ഡ് എന്നുള്ളത്. അഗെയിൻ ഒരു ക്വിക്ക് സോഴ്സ് ഓഫ് എനർജി ആണ് അല്ലേ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്ലൂക്കോസിന്റെ കാര്യം നോക്കിയാൽ ഒരു പ്രൈമറി എനർജി സോഴ്സ് ആണ് ഗ്ലൂക്കോസ്, ആ സെല്ലുലാർ പ്രോസസ്സസ് ഒക്കെ നടക്കുന്നതിന്. പക്ഷെ ഫ്രക്ടോസിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെറ്റബോളിസം ലിവറിലാണ് ശരിക്കും നടക്കുന്നത്. റൈറ്റ്, ഇത് അവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ്. ഇപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ. നൗ ലെറ്റ് us look at what is unavailable carbohydrates, അല്ലെങ്കിൽ നമ്മൾ ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നതാണ് ഈ അൺഅവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ്. കോമൺലി ഡയറ്ററി ഫൈബർ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഇറ്റ് കെൻ നോട്ട് ബി ഡൈജസ്റ്റഡ് ബൈ ഹ്യൂമൻ എൻസൈംസ് എന്നുള്ളതാണ്. അത് ഡൈജസ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് ദേ പാസ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഓക്കെ, അത് മിക്കവാറും ഇൻടാക്റ്റ് ആയിട്ട് തന്നെയാണ് അത് പാസ് ഓൺ ആകുന്നത് ആൻഡ് ആർ നോട്ട് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീമിലേക്ക് അത് കടക്കുന്നില്ല. ഇതിന്റെ റോൾസ് ഡിഫറെൻ്റ് ആണ്. മറ്റ് പലതരം
ഹെൽത്ത് ബെനിഫിറ്റ്സ് തരികയാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ, ഗട്ട് ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് മറ്റേ ഒരുപാടധികം ബോഡിലി പ്രോസസ്സസിന്റെ ഫങ്ഷനിങ് റെഗുലേറ്റ് ചെയ്ത് തിട്ടപ്പെടുത്തി നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ അവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യം നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, എൻസൈംസിന് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ അവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സിനെ. സോ അൺലൈക്ക് ദാറ്റ് ഈ ഡയറ്ററി ഫൈബേഴ്സ് റെസിസ്റ്റന്റ് ആണ് ടു ദി എൻസൈമാറ്റിക് ഡൈജഷൻ എന്നുള്ളത്. ഈ ഡൈജഷൻ, എൻസൈംസിന്റെ ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് അല്ലേ. സോ അവിടെ അത് റെസിസ്റ്റ് ചെയ്യുന്നു ആൻഡ് ദേ ഗെറ്റ് മൂവ്ഡ് ഓൺ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് അത് മാറിയതിനു ശേഷം ദേ മേ ബി പാർഷ്യലി ഫെർമെന്റഡ് ബൈ ഗട്ട് ബാക്ടീരിയ. അപ്പോൾ ഗട്ട് ബാക്ടീരിയ പാർഷ്യലി അതിനെ ഒരു പക്ഷേ ഫെർമെന്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ഫെർമെന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, അല്ലെങ്കിൽ SCFA എന്ന് നമുക്കതിനെ പറയാം, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്. അപ്പോൾ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അസിറ്റേറ്റ് ഇസ് വൺ, SCFA, and propionate is another one, and butyrate is another one. ഇതിനൊക്കെ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയറ്ററി ഫൈബേഴ്സിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വൺ ഇസ് സെല്ലുലോസ്. സെല്ലുലോസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ അത് ആ പ്ലാന്റ് സെൽ വാൾസിന്റെ ഒരു സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. സെല്ലുലോസ് ഫ്രൂട്ട്സിലുണ്ട്, വെജിറ്റബിൾസിലുണ്ട്, ഹോൾ ഗ്രെയിൻസിലുണ്ട്. Now, cellulose adds to the bulk of the stool in human beings. Thereby, അത് ആ ഒരു ബവൽ മൂവ്മെന്റ്സിനെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യും എന്നുള്ളതാണ്. And the next example that we have is the hemicellulose അല്ലെങ്കിൽ hemicellulose എന്നും പറയാം. ഇതും ഒരു ഡയറ്ററി ഫൈബറിന്റെ ഒരു കമ്പോണന്റ് തന്നെയാണ്. ബട്ട് ഇറ്റ് ഇസ് മോർ സോല്യൂബിൾ ദാൻ സെല്ലുലോസ്. അപ്പൊ സെല്ലുലോസിനേക്കാൾ കുറച്ചും കൂടെ സോല്യൂബിലിറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹോൾ ഗ്രെയിൻസിലും ചില ഫ്രൂട്ട്സിലും ചില വെജിറ്റബിൾസിലും ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഹെമിസെല്ലുലോസ് ഇറ്റ് ആക്ച്വലി എയ്ഡ്സ് ഇൻ വാട്ടർ റിട്ടൻഷൻ, വെള്ളം ശരീരത്തിൽ റീറ്റെയിൻ ചെയ്യുന്നതിന് അത് സഹായിക്കുന്നു. ആൻഡ് ആ ഒരു സ്റ്റൂൾ ഫോർമേഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഹെമിസെല്ലുലോസ് എന്നുള്ളത്. And the next example we have here is the pectin. From pectin mainly apples-iluണ്ട്, citrus fruits-iluണ്ട് pectin, and pectin പലതരം berries-ഇലും pectin ഉണ്ട്. Pectin-ന്റെ കാര്യം പറയാനാണെങ്കിൽ it is a soluble fiber, and ഇത് ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആയി മാറുകയാണ് ഗട്ടിന്റെ ഉള്ളിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. And it shows the gastric emptying, and also it aids in blood sugar regulation. Blood sugar regulationലും ഇത് സഹായകരമാകുന്നു എന്നുള്ളതാണ്. Okay, right. So we have the key differences in available and unavailable carbohydrates. അതിന്റെ key differences just ഒരു quick screenൽ ഞാൻ അത് ഒന്ന് arrange ചെയ്തു, so that you will have a quick understanding of what is the difference between available and unavailable carbohydrates. എനർജി പ്രൊവിഷന്റെ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്താ ചെയ്യുക? ഇമ്മീഡിയറ്റ് എനർജി അത് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്യും. ആൻഡ് അൺഅവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്താ ചെയ്യുന്നത്? ദേ ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ഡയറക്ട്ലി ടു കാലറിക് ഇൻടേക്ക്. കാലറിക് ഇൻടേക്കിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഡൈജഷന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലോ, അവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് ആർ ബ്രോക്കൺ ഡൗൺ ബൈ എൻസൈംസ്, ആൻഡ് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ അബ്സോർബ്ഡ് ആകുന്നു. ഇനി അൺഅവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് അത് ആ ഒരു എൻസൈമാറ്റിക് ഡൈജഷനെ റെസിസ്റ്റ് ചെയ്ത് ഇറ്റ് റിമെയിൻസ് ഇൻടാക്ട് എന്നുള്ളതാണ്. ഇനി ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് അതൊരു പ്രൈമറി എനർജി സോഴ്സ് ആണ്. അൺഅവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് ഗട്ട് ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ബവൽ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു, ആൻഡ് ദേ റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ ആൻഡ് ഓൾസോ ലോവർ ദ കൊളസ്ട്രോൾ ലെവൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ തന്നെ ആ ഒരു ഡബിൾ റോൾ, ഒരു ഡുവൽ റോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ, സ്പെസിഫിക്കലി ഹ്യൂമൻ ന്യൂട്രീഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പം അവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് എനർജി തരുന്നു,
ആൻഡ് അൺഅവൈലബിൾ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഡയറ്ററി ഫൈബർ മറ്റ് അനേകം എസെൻഷ്യൽ റോൾസ് അത് പ്ലേ ചെയ്യുന്നു. സ്പെസിഫിക്കലി ആ ഒരു ഡൈജസ്റ്റീവ് ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നതിൽ ആൻഡ് ഡിസീസ് പ്രിവെൻഷനിലും ഇത് ഒത്തിരിയധികം സഹായകരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൌട്ട് ദിസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ആൻഡ് ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് വി വിൽ ഡിസ്കസ് ആസ് ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ. ഓൾറൈറ്റ്, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യു വിൽ ഫൈൻഡ് 2 ലിങ്ക്സ്. അപ്പോൾ ഒരു ലിങ്ക് നമ്മുടെ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നതിനുള്ളതാണ്. ആൻഡ് രണ്ടാമത്തെ ലിങ്ക് നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ട്സ് ലഭ്യമാകും. നിങ്ങൾക്ക് ഡെയിലി ക്വിസസിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റ്, ലൈവ് ക്ലാസ്സസ്, പ്രിന്റബിൾ ആയിട്ടുള്ള നോട്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. സോ ഈ 2 ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാകും. ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. Thank you very much for watching this lesson and you have a great day ahead. Thank you.